കടലിൽ ഇങ്ങനെ തണുപ്പൊന്നും മിസ്സാക്കി ഒന്ന് വിളിച്ചില്ല. So guys, so that was so nice. അടിവെച്ചിട്ട് ഗൂഗിളൊക്കെ ഉണ്ടായി. സോ ഞങ്ങൾ വി വർ റിച്ചിങ് ചെന്നൈ നൗ. ഇവിടുന്ന് ഒരു 3 to 4 hours ലേ ഓവർ ഉണ്ട്. അതിനുശേഷമാണ് അടുത്ത ഫ്ലൈറ്റ്. സോ ഗൈസ് ഇപ്പോൾ ലോഞ്ചിലാണുള്ളത്. സോ നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നല്ല ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാണുന്ന കാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് 2 rupees അൺലിമിറ്റഡ് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ 1500 പേ ചെയ്യേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. സോ ദിസ് ഈസ് എ ലോഞ്ച്. ഇവിടെ നമുക്ക് ഫിൽട്ടർ കോഫിയുടെ ഇത് വരുന്ന സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. പിന്നെ ഇവിടെ കുറെ വെജീസ് ആൻഡ് സലാഡ്സ് ആണ്. ഇഷ്ടംപോലെ സലാഡ്സ് ആണ്. കണ്ടില്ലേ? ലൈക്ക് കുക്കുംബർ. വീഡിയോ പറ്റില്ലേ? ആണോ? സോ ഇവിടെ ആക്ച്വലി വീഡിയോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയും പറ്റിച്ച് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പക്ഷെ എൻ്റെ പ്ലാറ്റിൽ നിന്നുള്ളത് ഒരു കോൺചി സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു മയോ വരുന്നുണ്ട്, പിന്നെ ഒരു സലാഡ് വെജി മിക്സ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് മറ്റേ നമ്മുടെ ഈ എന്താ പറയാ എന്തോ ഉപ്പിലിട്ടത്. സോ അടുത്തായിട്ട് ട്രൈ ചെയ്യുന്നത് ഇതൊരു മാംഗോ പുഡിംഗ് ആണ്. അത് മാംഗോ പുഡിംഗ് അല്ല, മാംഗോ കേക്ക് ഉണ്ട് സംതിങ്. പിന്നെ ഇത് എഗ്ഗ് വെച്ചിട്ടുള്ള എന്തോ സാധനം, ഇത് കുക്കുംബറിന്റെ എന്തോ സാൻഡ്വിച്ച്, ഇതെന്തോ സലാഡ്, ഇത് ജെർക്കിൻസ്, പിന്നെ ഇത് ബേക്കൺ ബീൻസ്, ഇത് ഇച്ചിരി സാധനം. ഹായ് ഗൈസ്. സോ നമ്മൾ ഈ എയർപോർട്ടിന്റെ ലോഞ്ചിൽ വരുമ്പോഴാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ എന്താ പറയാ ഒരു വാല്യൂ അറിയുന്നത്. സോ സിബിലൊന്നും ഇല്ലാത്തവര് സിബിലൊക്കെ കൂട്ടാൻ ഇപ്പോഴെ നോക്കിക്കോളുക. ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക. കാരണം ഇതേപോലത്തെ ലോഞ്ച് ആക്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ ചെന്നൈയിലെ അത്ര വലിയ ലക്ഷറീസ് അല്ല. ലക്ഷറീസ് ഇൻ ദ സെൻസ് അത്രയും വലിയ മെനൂസ് ഒന്നും ഇല്ല. ഒരുപാട് എന്താ പറയാ ഐറ്റംസ് ഒന്നുമില്ല ട്രൈ ചെയ്യാൻ. ജസ്റ്റ് നമ്മളൊരു മിഡ് ടൈമിന് വന്നതുകൊണ്ട് ആക്ച്വലി നമുക്ക് 3 hours ടൈമുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യണത് 3:15 ആണ്. സോ ഓൾമോസ്റ്റ് അറൌണ്ട് 1 o'clock ആഫ്റ്റർ 12 മാത്രമേ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയോണ്ട് അവരോട് പറഞ്ഞു നമ്മൾ ആഫ്റ്റർ 3 hours ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു. സോ അങ്ങനെ നമുക്കൊരു മിഡ് ടൈം ആയതുകൊണ്ട് ഒരു 12 o'clock ആയതുകൊണ്ട് നമുക്ക് രാവിലത്തെ പ്ലാറ്റേഴ്സും ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ മീൽസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെനഫിഷ്യറീസ് എന്താ പറയാ. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഓൺലി 2 rupees, ബട്ട് അതർവൈസ് യു ഹാവ് ടു പേ 1500. അവരെന്നെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാഫിനെ പറയുന്നത് ഇറ്റ്സ് ടു കോസ്റ്റ്ലി, ഇറ്റ്സ് വേസ്റ്റ് ഓഫ് മണി അവരെന്നെ പറഞ്ഞു. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഫോർ 1500, ബട്ട് ഈവൻ ദോ we enjoyed it. Like it's my first time in launch. ട്രൈഡ് എന്താ പറയാ കുറെ വെജീസ് ഒക്കെ ഉണ്ട്, കുറെ തരത്തിലെ വെജീസ് ഒക്കെ ഉണ്ട്. പിന്നെ ചില ടേസ്റ്റ് പിടിക്കില്ലല്ലോ, സ്വാഭാവികം. പിന്നെ റൈസ് ഉണ്ടായിരുന്നു, റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയാ കോഫീസ്, പിന്നെ എന്താ പറയാ കോഫീസിൽ തന്നെ പലതരം കോഫീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൈക്ക് കൊക്കക്കോള, മിറിണ്ട അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഫ്ലൈറ്റ് നമ്മുടെ അടുത്ത ഗേറ്റ് 1 ആണ്. സോ ഗേറ്റ് 1 പോവാണ്. സോ ഞങ്ങൾക്ക് ഗേറ്റ് 1 ആണ്, ചെന്നൈ ടു ഗുവാഹത്തി. സോ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നീണ്ട 1 മണിക്കൂർ 3 മണിക്കൂറത്തെ 4 മണിക്കൂറത്തെ ഇതിന് ശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് ഗേറ്റ് 1
Left bro. So guys, നമ്മൾ ഗുവാഹത്തിയിൽ എത്തിയിരിക്കുകയാണ്. So